ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ചായൻ്റെ കൂടെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു നേന്ത്രപ്പഴം എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നേന്ത്രപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പകുത്തിട്ടുള്ള പഴമായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കറുത്ത് കണ്ടപ്പോൾ ഞാനിത് പകുത്തിട്ടുണ്ടാവുമെന്ന് എഴുതി നോക്കുമ്പോൾ ഇല്ല, ഉള്ളി അത്ര പകുപ്പ് പോരാ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പകുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ പഴത്തിൻ്റെ തൊലികളിന് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ മിക്സിയിട്ടൊന്നും അരക്കണ്ട കേട്ടോ, ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരും അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയോ മൈദയോ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ആവശ്യമുള്ളത് അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1 നുള്ളു സോഡാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാലിന് പകരം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ പാലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് 1 സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കോരിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഫുള്ളാക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെ കളറൊക്കെ അടിഭാഗത്തുനിന്ന് മാറി വരും. ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു സൈഡിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക, അല്ലെങ്കിൽ ഉള്ളു വേകാതെ ആയിപ്പോവും. ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.